ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു കൂന്തൽ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ കുക്കറിലാണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് സബോള ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് 2 സബോള ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 പച്ചമുളകും നടുകെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം ചെറിയ ഉള്ളി ഒരു 11-12 അല്ലിയുടെ ഒന്നൊന്ന് നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് സോഫ്റ്റ് ആയി വരും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലോട്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തക്കാളി ചെറുതായി കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസാണ് എടുത്തു വെച്ചാൽ കൂടുതൽ പുളി ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അത് കാരണം ഒരു മീഡിയം സൈസ് എടുത്ത് ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ അതിനുശേഷം തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സബോളയും എല്ലാം നല്ലപോലെ വാടി വന്നു. ഇനി ഇതിലോട്ട് മസാല ചേർത്തി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ പച്ചമണം പോണ വരക്കും നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കൂന്തലിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അത് കാരണമാണ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി കൂന്തൽ മീൻ ഇട്ട് കൊടുക്കാം. ഞാനത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തത്. ഇനി ഇതെല്ലാം എല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 വിസിൽ വരുന്ന വരക്കും ഒന്നൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വെക്കണം. ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ അത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. ഇനി ഈ ടൈമിൽ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡിയായി വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.